ഇടുക്കി മുരുക്കുംതൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം തെരഞ്ഞെടുപ്പിന് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രചരണത്തിന്റെ ഭാഗമായി UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഈ മാസം 22-നാണ് ഇടുക്കി മുരിക്കുംതൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും ഏറെ നിർണായകമാണ്. കേരള കോൺഗ്രസ് എം LDF-ൽ എത്തിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഈ സാഹചര്യത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. കുരുവിള സിറ്റിയിൽ നടന്ന UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP ജോസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നല്ലൊരു പാനൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിന്റെ ഫലമായി രണ്ട് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു എങ്കിലും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഏതാനും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു പാനൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ രണ്ടുപേരെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സംഘത്തിന്റെ ഒരു ഭരണസമിതി അടുത്ത് വരേണ്ടത് UDF-ന്റെ കൈകളിലാണ് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് നമുക്ക് ഇങ്ങനെ രണ്ടുപേരെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നെല്ലാവരും ബോധ്യപ്പെടണം. UDF-ന്റെ പാനലിൽ 2 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.